നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം എപ്പോൾ വേണമെങ്കിലും നടക്കാം എന്ന പ്രതീക്ഷയിൽ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് CPIM. CPIM മലപ്പുറം ജില്ലാ സെക്രട്ടറി അംഗവും VM ഷൗക്കത്തിനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. CPIM PB അംഗം A വിജയരാഘവന്റെയും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി അംഗം M സ്വരാജിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന നേതൃയോഗത്തിലാണ് ഷൗക്കത്തിന് ചുമതല നൽകിയിട്ടുള്ളത്. മുൻ ഉപതെരഞ്ഞെടുപ്പുകളിലേതുപോലെ CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഏതാണ്ട് മുഴുവൻ പേരും നിലമ്പൂരിൽ തന്നെ ഉണ്ടാകും. 89 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ 5 പേർ ഒഴികെ മുഴുവൻ പേർക്കും തെരഞ്ഞെടുപ്പ് ചുമതല നൽകി കഴിഞ്ഞിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിയുമാവുന്നതോടെ എല്ലാവരും മണ്ഡലത്തിലെത്തും. ഓരോ ബൂത്തിലും ഓരോ CPIM ഏരിയ കമ്മിറ്റി അംഗത്തിന് ചുമതല നൽകും. 10 ബൂത്തുകൾ അടങ്ങുന്ന ക്ലസ്റ്ററുകളുടെ ചുമതല CPIM ജില്ലാ കമ്മിറ്റി അംഗത്തിനായിരിക്കും. ഘടകകക്ഷി നേതാക്കൾക്കും ചുമതല നൽകുന്നതായിരിക്കും. ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ നടന്നു കഴിഞ്ഞു. ബൂത്ത് തലത്തിൽ 4 സ്ക്വാഡുകളാണ് രൂപീകരിക്കുന്നത്. വനിതാ യുവജന സ്ക്വാഡുകളും ഇതിൽ പെടുന്നതാണ്. ആദിവാസി നഗറുകളിലും യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് LDF പൂർണ്ണ സജ്ജമാണ് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സ്ഥാനാർത്ഥി കയ്യിലുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും UDF-ന് പേര് പ്രഖ്യാപിക്കാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. LDF സംസ്ഥാനത്ത് 3ാമതും അധികാരത്തിൽ വരും. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശക്തമായ മുന്നേറ്റം തന്നെ നടത്തും. സർക്കാർ 9 വർഷത്തെ വികസന പ്രവർത്തനങ്ങളിലൂടെ ചരിത്ര നേട്ടം കൈവരിച്ചതും കേന്ദ്രം സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമ്പോഴും അതിവേഗം മുന്നേറുകയും സുസ്ഥിര വളർച്ചയിൽ ഒന്നാമതെത്തുകയും ചെയ്തുവെന്നും ഗോവിന്ദൻ മാഷ് പറയുകയാണ്. ഇത് കേന്ദ്രത്തിന് അംഗീകരിക്കേണ്ടിയും വന്നു. LDF സർക്കാർ യാഥാർത്ഥ്യമാക്കിയ വികസനം എണ്ണി പറഞ്ഞാൽ UDF-നും BJP-ക്കും വലിയ ക്ഷീണമാകും. അതിനാൽ പറയാതിരിക്കണമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആഗ്രഹം. ആശമാർക്ക് 13,000 രൂപയിലധികം പ്രതിമാസ വരുമാനം ലഭിക്കുന്ന ഏക സംസ്ഥാനം കേരളവുമാണ്. ഒരു സമരത്തെയും CPIM തള്ളിപ്പറയുകയില്ല. ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും SUCA-യും കോൺഗ്രസും BJP-യും അടങ്ങിയ മഴവിൽ സഖ്യം സമരത്തിന്റെ അണിയറയിലുണ്ട്. അവർ സമരം ചെയ്യേണ്ടത് കേന്ദ്രത്തോടാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ചാൽ കോടതിയെ സമീപിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ പറഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കുക എന്നത് പിണറായിയുടെ ആവശ്യത്തിന് കേന്ദ്രം കൂട്ടുനിൽക്കുകയാണ് എന്നും അൻവർ ആരോപിക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിറകോട്ട് പോകുന്നുവെന്ന് സംശയിക്കുന്നതായും PV അൻവർ ആരോപിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഇനിയും വൈകിയാൽ കോടതിയെ സമീപിക്കുമെന്നും അൻവർ വ്യക്തമാക്കുകയാണ്. പാലക്കാട് മോഡൽ കാലുമാറ്റം നിലമ്പൂരിൽ ഉണ്ടാകില്ല എന്നും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചയുടൻ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുകയാണ്. മുന്നണി പ്രവേശനം ഉണ്ടായില്ലെങ്കിലും PV അൻവറിന്റെ പിന്തുണ ഉറപ്പിച്ച് മുന്നോട്ട് പോകുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. UDF പ്രവേശനത്തിനുള്ള ചർച്ചകളുടെ ഭാഗമായി PV അൻവർ മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. പാണക്കാട് സാദിഖലി തങ്ങളുടെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ചയിൽ PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് നേതാക്കളെയും കാണാനായിരുന്നു PV അൻവറിന്റെ തീരുമാനം.